كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും മുസ്ലിമുകൾ. ആ കാര്യത്തിൽ നമുക്കാർക്കും തന്നെ സംശയമില്ല. മുസ്ലിം എന്നത് നാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പേരല്ല, നേരെമറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി നിശ്ചയിച്ച, അല്ലെങ്കിൽ അല്ലാഹു നമ്മെ വിളിച്ച, നമുക്കായി കരുതി വെച്ച നാമമാണ് മുസ്ലിം എന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, അവനാണ് നിങ്ങളെ മുസ്ലിം എന്ന് നാമകരണം ചെയ്തത്. ഈ വിശുദ്ധ ഖുർആനിലും ഇതിന് മുൻപ് അവതീർണമായ വേദഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും നമ്മെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത് മുസ്ലിം എന്ന നാമത്തിൽ തന്നെയാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുക്കുകയും മുസ്ലിം എന്ന നാമകരണം ചെയ്ത് നമുക്ക് പ്രത്യേക പദവി നൽകുകയും ചെയ്തത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് ലിയകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾ ജനങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയാകാൻ വേണ്ടിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു മാതൃകയായി തീരുന്നതിനും വേണ്ടിയാണ് നിങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുക്കുകയും മുസ്ലിം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അഥവാ നമ്മുടെ
തിരഞ്ഞെടുപ്പിൻ്റെ, എന്നെയും നിങ്ങളെയും മുസ്ലിമായി അള്ളാഹു പരിഗണിച്ചതിൻ്റെ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഈ മതത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾക്ക് മാതൃകായോഗ്യമായ ഒരു ജീവിതം സാധ്യമാകുന്നതിനാവശ്യമായ നിയമവ്യവസ്ഥകളും നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥം നമുക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾക്ക്, അതിൻ്റെ നിർദ്ദേശങ്ങൾക്ക്, അതിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായ ധന്യമായ ഒരു ജീവിത മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ ജീവിച്ച് മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമൊക്കെ ചെയ്തിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഇനി നിങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്കിടയിൽ ഒരു മാതൃകാധന്യമായ ജീവിതം നിങ്ങളുടേത് ഉണ്ടാകണം എന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യവും ആ ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ട നമ്മെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഖൈറു ഉമ്മ എന്നാണ്. കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അവരോട് നന്മ ഉപദേശിക്കുവാനും തിന്മ വിലക്കുവാനും അള്ളാഹു പ്രത്യേകമായി കൊണ്ടുവന്ന ഉത്തമ സമൂഹം നിങ്ങളാണ്. ഞാനും എന്നെ ശ്രവിക്കുന്ന നിങ്ങളുമാണ് അള്ളാഹു ആ തിരഞ്ഞെടുത്ത ഉത്തമ സമൂഹം എന്ന് പറയുന്നത്. ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിനുള്ള അർഹത, യോഗ്യത നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പുറത്തു നിന്ന് ഒരുത്തൻ എന്നെ നോക്കിയാൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് അവന് ബോധ്യപ്പെടാൻ, ആ വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നതുകൊണ്ട് തന്നെയാണ്. കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രവചനം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യൂശകുൽ ഉമമു അൻ തദാഅ കമാ തദാഅ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ, നിങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ചുറ്റുപാടും നിങ്ങളോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു സമുദായങ്ങൾ നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്ന വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണത്തളികയിലേക്ക് വിശപ്പ് പൂണ്ടവൻ എങ്ങനെയാണോ പാഞ്ഞെടുക്കുന്നത്, അത്രയേറെ ആർത്തിയോടുകൂടി നിങ്ങളെ സമീപിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിത പരിസരങ്ങളെ കുറേയേറെ നാളുകളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നാം ഒന്ന് കൃത്യമായി മനനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. കുറേയേറെ കാലങ്ങളായി മുസ്ലിം ഉമ്മത്തിൻ്റെ ഖൈറു ഉമ്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ നമുക്ക് മേൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്നതും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കണം. തീവ്രവാദ ആരോപണങ്ങൾ തുടങ്ങി, ലവ് ജിഹാദിൽ തുടങ്ങി, മുസ്ലിം നാമധാരികളുടെ വീടുകളിലേക്ക് നടത്തുന്ന, അവരുടെ ആരാധനാലയങ്ങളിലേക്ക് നടത്തുന്ന, അതിനെ തച്ചു തകർക്കുന്ന ബുൾഡോസർ രാജുകൾ തുടങ്ങി, വഖഫ് നിയമ ഭേദഗതികൾ തുടങ്ങി, സംവരണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാം പോലും അറിയാതെ നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന സംവരണ അട്ടിമറികൾ തുടങ്ങി, NRCയും CAA-യും നാർക്കോട്ടിക് ജിഹാദും, അതിനുമപ്പുറം ഇപ്പോൾ PM ശ്രീയും, ഏറ്റവും ഒടുവിൽ NEP-യും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും, അവസാനത്തേത് എന്ന് പറഞ്ഞുകൂടാ SIR-ഉം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ആലോചിക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുള്ളത് തന്നെയാണ്.
ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ വചനം, വൈദ് യംകുറൂന ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, നിങ്ങളെ പുറത്താക്കാനും നിങ്ങളെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നിങ്ങളുടെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. വയംകുറുല്ലാഹ്, അള്ളാഹുവും തന്ത്രം മെനയും. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, എന്നാൽ അള്ളാഹുവാണ് കേട്ടോ ഏറ്റവും ഉത്തമമായ തന്ത്രത്തിൻ്റെ ഉടമ എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഈ ആയത്ത് പാരായണം ചെയ്യുന്ന, ഇത് പഠിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മുസ്ലിം ഉമ്മത്ത് ഒന്ന് ആലോചിക്കണ്ടേ, എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തന്ത്രം പ്രയോഗിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കുന്നില്ല, നീതി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ഇങ്ങനെ നാം പീഡിപ്പിക്കപ്പെടുന്നു എന്ന ചിന്ത മുസ്ലിം ഉമ്മത്തിനുണ്ടാവണ്ടേ? എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ? ഈ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവചനം നടത്തിയ സമയത്ത് സ്വഹാബിമാരിൽ ചിലർ ചോദിക്കുന്നുണ്ട്. ഫഖാല ഖാഇൽ, ചില സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നി യൗമഇദിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അന്നേ ദിവസം ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ, ഞങ്ങൾ ന്യൂനപക്ഷമായി മാറുന്നത് കൊണ്ടാണോ ഭൂരിപക്ഷം ഞങ്ങൾക്ക് മേൽ ഇങ്ങനെ അതിക്രമം പ്രവർത്തിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഖാല ബൽ അൻതും കസീർ, ഖാല ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങൾ അന്ന് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകും, എണ്ണത്തിൽ കുറവൊന്നുമില്ല, എണ്ണത്തിൽ കൂടുതൽ തന്നെ ആയിരിക്കും നിങ്ങൾ. വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, പക്ഷേ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പ് ചണ്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ എന്ന്. ഉസാ എന്ന് പറയുന്ന പദം ഏറെ കൃത്യമായി നാം പഠിക്കേണ്ടതാണ്. മണമുണ്ടാകും, രൂപവും ഉണ്ടാകും, പക്ഷേ ഗുണമുണ്ടാവില്ല, അതിനെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതുപോലെ ആയിരിക്കും, ചണ്ടികൾ പോലെ ആയിരിക്കും നിങ്ങൾ എന്നാണ്. എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടല്ല, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. മുസ്ലിം ആയിരിക്കും, പക്ഷേ ഇസ്ലാം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മുഅ്മിനായിരിക്കും, പക്ഷേ ഈമാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആളുകൾ വിചാരിക്കും നിങ്ങൾ മുത്തക്കിയാണ് എന്ന്, പക്ഷെ തഖ്വ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നോമ്പുകാരനാണ് എന്ന് ആളുകൾ വിചാരിക്കും, പക്ഷെ യഥാർത്ഥ നോമ്പുകാരനാകാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. നമസ്കാരം, പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ഗുണവും മാറ്റവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്ന കേവല നമസ്കാരക്കാരുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സ്വസ്ഥവും സമാധാനപൂർണവുമായ ഒരു ജീവിതം സാധ്യമാക്കാൻ സാധിക്കുന്ന എന്ത് നിർദ്ദേശമാണ് ഇസ്ലാമിൽ നിന്ന് നമുക്ക് ലഭിക്കാത്തത്? നമ്മുടെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും വ്യവസ്ഥകളും നടപ്പിൽ വരുത്തിയ ഒരു പ്രവാചകനും ജീവിച്ചു പോയിരിക്കെ എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത്? ജനനം മുതൽ മരണം വരെ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന്, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ വിവാഹങ്ങൾ, അവൻ്റെ കുടുംബം, അവൻ്റെ സാമൂഹികമായ ഇടപെടലുകൾ, അവൻ്റെ സാമ്പത്തിക രംഗം, അവൻ്റെ സാംസ്കാരികമായ ഉന്നതിയിൽ പുലർത്തേണ്ടുന്ന അവൻ്റെ നടപടികൾ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി വരച്ച് കാണിച്ചു പഠിപ്പിച്ചു തന്ന ഒരു മതത്തിൻ്റെ വക്താക്കളായിരിക്കെ, അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കെ എന്തുകൊണ്ട് നമ്മൾ ഇவ்விധം പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു ചോദ്യം വിശ്വാസികൾക്ക് ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ ഇങ്ങനെയായിരിക്കും, നിങ്ങളിൽ ഈ ക്വാളിറ്റികളൊന്നും ഉണ്ടാവില്ല, എണ്ണത്തിൽ കുറേ ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ചർച്ചയായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഹിജാബിൻ്റെ വിഷയം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. ഒരു പെൺകുട്ടി അവളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തനിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കണം എന്ന ആവശ്യവുമായി
ആ അധികൃതരെ സമീപിക്കുമ്പോൾ അവസാനം ആ കുട്ടിയുടെ അവകാശങ്ങളെ അംഗീകരിച്ചു കൊടുക്കേണ്ടുന്നതിന് പകരം ആ വിദ്യാലയത്തിൽ തൻ്റെ പഠനം അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് മാറിപ്പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് എങ്കിൽ, അതിൽ നമ്മൾ പരിതപിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കാൻ മറന്നുപോയ കാര്യമുണ്ട്. അതിനെതിരെ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ ആളുകളോട് സ്വന്തമായി ആലോചിക്കാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമ്മുടെ പെൺമക്കളിൽ എത്ര ആളുകൾ, നമ്മുടെ ഭാര്യമാരിൽ എത്ര ആളുകൾ, നമ്മുടെ ഉമ്മമാരിൽ എത്ര ആളുകൾ സമ്പൂർണ്ണ ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്? എത്ര ആളുകൾക്ക് ഈ പ്രതിഷേധത്തിന് അർഹതയുണ്ട് എന്നാണ് ചോദ്യത്തിൻ്റെ ആലോചിക്കുന്നതിൻ്റെ ആകെ തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അത്രയേറെ കൃത്യമായി പഠിപ്പിച്ച ഒരു കാര്യം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനം, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. പ്രവാചകരെ, വിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കാനും അവരുടെ ദൃഷ്ടിയെ താഴ്ത്താനും അവരോട് പറയണം. പ്രവാചകരെ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, പ്രകടമായതൊഴികെ ബാഹ്യമായതൊഴികെ മുഴുവനും പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. മറക്കണം എന്ന് വിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ, വല്യദ്രിബിന ബിഖുമിരിഹിന്ന അലാ ജുയൂബിഹിൻ, അവരുടെ മുഖമക്കനകളെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടാൻ അവരോട് കൽപ്പിക്കുക പ്രവാചകരെ എന്ന് കൃത്യമായ ഒരു വസ്ത്രധാരണത്തിൻ്റെ നിയമം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എത്ര ആളുകൾക്ക്, നമ്മളിൽ എത്ര ആളുകൾക്ക് അതിൻ്റെ വക്താക്കളായി തീരാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആലോചന ഉണ്ടാകുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണെന്നറിയോ? എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളെല്ലാം അങ്ങനെയാണ്. കുട്ടികളുടെ ചില വാദഗതികളാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം അങ്ങനെയാണ്, ഞാൻ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ പോവുക? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്ന റീലുകളിലെല്ലാം വിവാഹങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ എൻ്റെ വിവാഹം എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുക? ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവുക എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ഖുർആൻ നരകവാസികളായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, എന്തേ ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം എന്തേ എന്ന് വിശുദ്ധ ഖുർആൻ ആ നരകവാസികളായ ആളുകളോട് ചിലർ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന മറുപടികളിൽ ഒന്ന്, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ ഇങ്ങനെ ഒഴുക്കിനൊപ്പമായിരുന്നു എന്നാണ്. സമൂഹം ഇങ്ങനെയായിരുന്നു, കാലം ഇങ്ങനെയായിരുന്നു, ട്രെൻഡ് ഇങ്ങനെയായിരുന്നു, വൈബിനൊത്താണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്ന് പറയുന്ന വിശദീകരണം കൊടുക്കുന്ന ആളുകളാണ് സഖറിലേക്ക് ആപതിക്കുക എന്ന്, ആ സഖറിൻ്റെ നരകത്തിൻ്റെ അവകാശികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ കൃത്യമായ ഒരു നിയമം ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ വസ്ത്രധാരണത്തിൽ, അവരുടെ സാമ്പത്തിക രംഗത്ത്, അവരുടെ സാമൂഹിക ഇടപെടലുകളിൽ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പറഞ്ഞു വച്ചിട്ട് എന്തുകൊണ്ടാണ് അതിനനുസരിച്ച് ഒരു ജീവിതം ക്രമപ്പെടുത്താൻ ഇനിയും നമുക്ക് കഴിയാത്തത്? എന്ത് തടസ്സമാണ് നമുക്ക് ഉണ്ടാകുന്നത്? പലപ്പോഴും സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധാരണയുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഹിജാബ് എന്ന് പറയുന്നത് നിന്റെ അവകാശത്തിന് മേലെ നടത്തുന്ന അധിനിവേശമാണ് എന്ന്, നിന്റെ അവകാശത്തെ ധ്വംസിക്കലാണ് എന്ന്. അതിനെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികളും വിചാരിച്ചു പോവുകയാണ്, ശരിയാണല്ലോ, എൻ്റെ അവകാശത്തിന് നേരെ എനിക്ക് ആഗ്രഹമുള്ളത് ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയാണല്ലോ, എൻ്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയോ ഹനിക്കുകയോ ചെയ്യുകയാണല്ലോ എന്ന്
നമ്മുടെ കുട്ടികൾ പോലും ഇങ്ങനെ ആലോചിക്കുകയും അതിൻ്റെ വക്താക്കളാവുകയും അതിൻ്റെ പ്രയോക്താക്കളാവുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൃത്യമായി അവരോടൊന്ന് ചോദിക്കണ്ടേ, അവർ ഒന്ന് ആലോചിക്കുകയും ചെയ്യണ്ടേ, ഇസ്ലാം നിരോധിച്ച എന്ത് കാര്യമാണ് നമുക്ക് നന്മയായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? മദ്യപാനം ഇസ്ലാം ഹറാമാക്കിയതാണ്. എന്ത് നന്മയാണ് അത് നിനക്ക് അനുവദിച്ചു നൽകുന്നത് കൊണ്ട് ലഭിക്കുന്നത്? പലിശ. എന്ത് നന്മയാണ് നിനക്കതിലൂടെ? വ്യഭിചാരം. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ചാൽ സമൂഹത്തിൻ്റെ സുഗമമായ സമാധാനപൂർണമായ ജീവിതം സാധ്യമാക്കുന്ന നിയമങ്ങൾ ഇസ്ലാം നടപ്പിലാക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് എൻ്റെ ഇച്ഛകൾക്ക് ഞാൻ വശംവദനായി മാറുകയും ഇതെൻ്റെ അവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അതിലേക്ക് ആപതിച്ചു പോവുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് ലഭിക്കുന്നത്? ഇനി ഇസ്ലാം നിങ്ങൾക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ എന്ത് നന്മയെ, എന്ത് അവകാശങ്ങളെയാണ് ഹനിക്കുന്നത്? ഹിജാബ് നിങ്ങളുടെ എന്ത് അവകാശത്തെയാണ് ഹനിക്കുന്നത്? നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിനെ ആ വീക്ഷണത്തോടുകൂടി, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, ഇസ്ലാം വിശദീകരിക്കുന്ന വീക്ഷണത്തോടുകൂടി അതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്? അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് കൃത്യമായ ധാരണ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ചും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. പോരാ, അതിൽ ഊന്നിയ സമ്പൂർണമായ ഒരു ഇസ്ലാമിക ജീവിതം സാധ്യമാക്കാൻ കഴിയണം. അവിടെ അങ്ങനെയാകുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ഹദീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ലാത്ത ചപ്പുചണ്ടികളായി മാറുന്ന ആ സമയം, എന്നിട്ട് അള്ളാഹു ചെയ്യുന്നത് വലയൻസി അന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ ബഹാബത മിൻകും, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ദർജയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നിങ്ങളെക്കുറിച്ചുള്ള ഭയവും ബഹുമാനവും ഊരിക്കളയും, അതിനെ ഇല്ലായ്മ ചെയ്യും. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, മാത്രവുമല്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വഹനിനെ നിക്ഷേപിക്കുകയും ചെയ്യും. ഫഖാല ഖായിൽ, അപ്പോഴും സഹാബിമാരിൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും മരണത്തിനോടുള്ള വെറുപ്പുമാണത്. മരണം, മരണാനന്തര ജീവിതം, ആ മരണാനന്തര ജീവിതത്തിൽ നിങ്ങളുടെ നന്മകൾക്ക് നൽകാൻ പോകുന്ന നന്മകൾ, അതല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, ഇതിനെയൊക്കെ നമ്മുടെ കുട്ടികൾ സംശയത്തോടു കൂടിയോ അതൊക്കെ ഉണ്ടോ എന്ന വിചാരത്തോടു കൂടിയോ ആണ് കാണുന്നത് എങ്കിൽ അവർക്ക് ദുനിയാവിനോടും ദുനിയാവിൻ്റെ ഈ സൗന്ദര്യങ്ങളോടും വല്ലാത്ത ഒരു ഭ്രമം തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അത് സ്വതവേ ഉണ്ടായതല്ല, അള്ളാഹു അവരുടെ മനസ്സുകളിൽ, നമ്മുടെ മനസ്സുകളിൽ നിക്ഷേപിച്ചതാണ്. നിക്ഷേപിക്കാനുള്ള കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള മാറ്റമാണ്. ഞാനും നിങ്ങളും പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയതുകൊണ്ടാണ്, ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. നമ്മൾ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, നമ്മൾ അന്യവൽക്കരിക്കപ്പെടുന്നുവെങ്കിൽ, അവിടെയൊന്നും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിന് കാരണക്കാർ നമ്മളാണ് എന്ന ബോധ്യമുണ്ടാകണം. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴേ തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ
രണ്ടാമത്തെ ഖുതുബയിൽ ഏറെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചതാണ്. നാം ആ വിഷയത്തോട് അഥവാ SIR എന്ന് പറയുന്ന വിഷയത്തോട് എന്ത് സമീപനം സ്വീകരിക്കണം, അതിനോട് ഉദാസീനത കാണിക്കരുത് എന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുകയും ചെയ്തതാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2025 ജൂലൈ മാസത്തിൽ വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഒരു ആർട്ടിക്കിളുണ്ട്. അതിൽ ഇന്ത്യയിലെ 3 ജീവിതങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഗുജറാത്തിലെ സൂറത്തിലുള്ള മുസ്തഫ ഷേഖ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സംഭവമാണ്. അദ്ദേഹം ഗുജറാത്തിലെ സൂറത്തിൽ ചെരുപ്പ് വ്യാപാരം വർഷങ്ങളായി നടത്തി വരുന്ന മനുഷ്യനാണ്. ഒരു ദിവസം തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് കച്ചവടം കഴിഞ്ഞ് വന്ന മനുഷ്യനെ തേടി വന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഉടനെ തന്നെ ഞങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നാണ്. വസ്ത്രം മാറ്റി പോലീസുകാരോടൊപ്പം യാത്ര പുറപ്പെട്ട മനുഷ്യൻ കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ കണ്ണുകൾ മൂടിക്കെട്ടപ്പെട്ട അവസ്ഥയിലാണ് യാത്ര തുടരുന്നത്. ഒരു ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം കേൾക്കുന്നത് കടലിൻ്റെ ഇരമ്പൽ മാത്രമാണ്. പിന്നീട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് താങ്കൾ ഇവിടെ നിന്ന് കടലിലേക്ക് കുതിച്ച് മറുകരയിലേക്ക് നീന്തി എത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും നീന്താൻ ആവശ്യപ്പെടുകയും നീന്തി പോവുകയും ചെയ്തിട്ടുണ്ട്. എത്തിയത് ബംഗ്ലാദേശിലാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഈ വിധത്തിൽ മറ്റൊരു നാട്ടിലേക്ക് കടത്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ പൗരത്വം തെളിയിക്കുന്ന രേഖകളിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നുള്ളതാണ് കാരണം. പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല. നമുക്കൊന്നും ആ സമ്മതിദാന അവകാശമില്ല. ഇതിനെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്നത് ഈ SIR പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകിയ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് ഇത് പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ്. ആണ് എന്നുള്ളതാണ് മറുപടി. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് വരാനിരിക്കുന്ന അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ജാഗ്രത ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവണം. 4-ാം തീയതി മുതൽ BLOമാർ നമ്മുടെ വീടുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല, ആരുടെയെങ്കിലും വീടുകളിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഒരു ബൂത്തിൽ എത്ര വീടുകൾ ഒരു BLOക്ക് കയറി ഇറങ്ങാനുണ്ടാവും? ഈ BLOമാരെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടേതായ ജോലിയോടൊപ്പമാണ് ഇതുകൂടി ചെയ്യാനുള്ളത്. അവർക്ക് 1 മാസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ട് എങ്കിലും പലപ്പോഴും ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ കുറേയേറെ ആളുകളെ തിരിച്ചു വിളിക്കുകയും പകരം പുതിയ ആളുകളെ പരിശീലനം നൽകി ഈ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യും. എന്നാലും നമുക്ക് ലഭിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് 1 മാസം മാത്രമാണ്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മുടെ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും, നമ്മുടെ മഹല്ലിൻ്റെ ഭാരവാഹികൾക്കും ആ മഹല്ല് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിലും, നമ്മുടെ സംഘടനയ്ക്കും സംഘടനയുടെ ഭാരവാഹികൾക്കും, അവർ പ്രതിനിധാനം ചെയ്യുന്ന നാടിനെയും അവിടെയുള്ള ആളുകളെയെല്ലാം ഈ രേഖയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ
മഹല്ലിലുള്ള, അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള എല്ലാ വീടുകളിലേക്കും ഈ ഫോം കൃത്യമായി എത്തിക്കാൻ നമുക്ക് കഴിയണം. BLOമാർ വരുമ്പോൾ കൃത്യമായി ഫില്ല് ചെയ്ത ഒരു ഫോം അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും അത് നോക്കി അവരുടെ ജോലി എളുപ്പമാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകണം. എങ്കിലേ ഇത് സമ്പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് സാധ്യമായ സ്ഥലങ്ങളിൽ ആളുകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കഴിയണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തു വന്നു കഴിയുമ്പോൾ അതിൽ എൻ്റെ പേരില്ല എന്ന് കാണുമ്പോൾ ഇനി എന്താണ് ഒരു പരിഹാരം എന്ന് ആലോചിച്ച് ഓടുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ രോഗം വരുന്നതിന് മുൻപ് തന്നെ രോഗം വരാതെ സൂക്ഷിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചിരിക്കും. അതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരും അവരുടെ മക്കളെയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വലിയ പ്രൊസീജിയറുകളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ അവരെ ആഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകളാണ് എങ്കിൽ അവർ 1987 മുൻപ് ജനിച്ചവരാണ് എങ്കിൽ അവർ അവരുടെ ബർത്ത് തെളിയിക്കുന്ന രേഖ സമർപ്പിക്കേണ്ടി വരും. ഇനി 2002 ലിസ്റ്റിൽ മാതാപിതാക്കളില്ല, താനുമില്ല എങ്കിൽ, അഥവാ ചേർക്കപ്പെടേണ്ട വ്യക്തിയും തങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ആ ലിസ്റ്റിലില്ല എങ്കിൽ അവർ 1987 ശേഷം 87 മുതൽ 2004 വരെയാണ് അവരുടെ ജനന തീയതി എങ്കിൽ അവരുടെ ബർത്ത് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ പേരൻസിൽ ഒരാളുടെ, മാതാപിതാക്കളിൽ ഒരാളുടെ രേഖ കൂടി സമർപ്പിക്കേണ്ടി വരും. 2004 ശേഷമാണ് ജനനമെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ലിസ്റ്റിലില്ല, 2002 ലിസ്റ്റിലില്ലാത്തവരുമാണ് എങ്കിൽ രണ്ടുപേരുടെയും, വാപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ബർത്ത് തെളിയിക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരും. 12 രേഖകളെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ജനന പ്ലേസ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള രേഖകൾ അതിൽ പലതും അഭികാമ്യമല്ല എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് കൃത്യമായ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഫോമിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകണം. അതിൽ എന്തൊക്കെയാണ്, എൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഏതാണ് എന്ന്, അതിൻ്റെ നമ്പർ ഏതാണ് എന്ന്, എൻ്റെ ബൂത്ത് ഏതാണ് എന്ന്, എൻ്റെ ക്രമ നമ്പർ ഏതാണ് എന്ന്, ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുണ്ട്. ഇതൊക്കെ തിരഞ്ഞുപിടിക്കാൻ കഴിയുന്ന ആളുകളുള്ള കുടുംബങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും കഴിയാത്ത, അത്ര കണ്ട് വിദ്യാഭ്യാസമില്ലാത്ത കുറേയേറെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാമികമായി പരിശോധിച്ചാൽ അത് ജിഹാദിൻ്റെ ഭാഗം കൂടിയാണ്. അതിന് നമ്മൾ തയ്യാറാവുകയും അതിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വേണം. കൃത്യമായ ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിൽ പാലിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളി പരിപാലന ഫണ്ടിലേക്കാണ് ഇന്നത്തെ കളക്ഷൻ ഉപയോഗിക്കുന്നത്. സാധാരണ ഈ വിഷയം പറയുമ്പോൾ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തമാണ് നമ്മുടെ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ നീക്കുന്നതിൽ ഉപയോഗപ്പെടുത്തുന്നതും ഏക ആശ്രയവും എന്ന ബോധ്യത്തോടുകൂടി, അതിലുമപ്പുറം ഇത് എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന വലിയ അവസരവും വലിയ പ്രതിഫലത്തിനുള്ള ഒരു മാർഗവുമാണ് എന്ന ബോധ്യത്തോടുകൂടി, ആ ഒരു നിയ്യത്തോടുകൂടി നമ്മളാൽ കഴിയുന്നത് അതിലേക്ക് സംഭാവന ചെയ്യാനും അതിനോട് സഹകരിക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്നും വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ.
നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന സഹോദരൻ ഇക്ബാൽ സാഹിബ്, അദ്ദേഹം ഒരു അപകടത്തെ തുടർന്ന് ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.